6 മണിക്കൂറിലേക്ക് ഇന്നത്തെ ദൗത്യം അടുക്കുമ്പോൾ കാര്യമായ പുരോഗതിയില്ല എന്നതാണ് പ്രധാനം. അതേസമയം തന്നെ ഇന്ന് തന്നെ ഏത് വിധേയനെയും മയക്കുവെടി വെച്ച് ആനയെ പിടികൂടും എന്നാണ് വനം വകുപ്പിന്റെ തീരുമാനം. ചിലയിടങ്ങളിൽ അതിനിടയിൽ പ്രതിഷേധമുണ്ടാകുന്നുണ്ട്. കാട്ടിക്കുളത്ത് ഇപ്പോൾ അരുൺ അമൃതനാഥ് ഉണ്ട്. അരുൺ, കഴിഞ്ഞ ദിവസങ്ങളിലും വലിയ പ്രതിഷേധമായിരുന്നു. ഒരാളുടെ ജീവൻ നഷ്ടമായി. അതിവേഗം ഈ മോഴയാനയെ മയക്കുവെടി വെച്ച് പിടികൂടി മറ്റെവിടേക്കെങ്കിലും മാറ്റണം എന്ന ആവശ്യം അത് ശക്തിപ്പെട്ടുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ രാത്രിയും ഭീതിയോടുകൂടി കഴിയുകയാണ് വയനാട്ടിൽ, പ്രത്യേകിച്ച് ഈ മേഖലയിലുള്ള അതിർത്തി മേഖലയിൽ വനത്തോട് ചേർന്ന് താമസിക്കുന്ന ആളുകൾ. ഇപ്പോൾ അരുണുള്ള ഇടത്തെ സ്ഥിതി എന്താണ്? അവിടെയുള്ള ആളുകൾ പറയുന്നത് എന്താണ്? പൊതുവിൽ കർഷകരുടെ വികാരം എന്താണ്? നിലവിൽ ഞാനുള്ളത് കാട്ടിക്കുളം മേഖലയിലാണ്. കാട്ടിക്കുളത്തെ ഒരു ജനങ്ങളുടെ പ്രതിഷേധമാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഈ ഒരു പ്രതിഷേധം നടക്കുന്നത്. ഈ ആന ഈ അജീഷിനെ കൊലപ്പെടുത്തിയ ആദ്യ ദിനം മുതൽ ഇത്തരം വലിയ പ്രതിഷേധങ്ങൾക്ക് മാനന്തവാടിയും ബാവലിയും എല്ലാം സാക്ഷ്യം വഹിച്ചിരുന്നു. അതിന്റെ തുടർച്ചയായി ഓരോ ദിനവും ഇങ്ങനെ പ്രതിഷേധം തുടരുകയാണ്. ജനങ്ങളുടെ ആശങ്ക, ഭീതിയും തന്നെയാണ് ഓരോ വൈകാരിക പ്രതികരണങ്ങളും നമ്മൾ കണ്ടിരുന്നു. അത് തന്നെയാണ് ഈ പ്രതിഷേധമായി മാറുന്നത്. ഇന്നലെ ഒരു ദിനം കാര്യമായ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചിരുന്നില്ല. ഇന്നലെ വൈകുന്നേരം വരെ ഈ ദൗത്യത്തിന് ക്ഷമയോടെ നാട്ടുകാർ കാത്തുന്നു. പക്ഷെ വീണ്ടും ഈ ഒരു ദൗത്യം നീളുന്നതിലാണ് ഇവരുടെ ഒരു ആശങ്ക. നേരത്തെ നാട്ടുകാർ പറയുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ആന ദിശ മാറുന്നതിനനുസരിച്ച് ആശങ്ക വർദ്ധിക്കുകയാണ്, ദൗത്യം വിജയകരമായി പൂർത്തിയാകില്ല എന്നുള്ളതാണ് ഇപ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നതെന്നുൾപ്പെടെ അവർ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്തായാലും മിഷൻ ഒരു ഘട്ടത്ത് അവിടെ പുരോഗമിക്കുകയാണ്. ആനയെ കണ്ടെത്തി മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കത്തിൽ ഒരു ഭാഗത്ത് വനവകുപ്പ് തുടരുമ്പോഴും നാട്ടുകാരുടെ ആശങ്കയ്ക്ക് അറുതിയാവുന്നില്ല, വിരാമമാകുന്നില്ല. ആനയെ പിടിച്ച മുത്തങ്ങയിലേക്ക് മാറ്റണം എന്നുള്ള ആവശ്യം തന്നെയാണ് ഇവർ ഉന്നയിച്ചിരുന്നത്. അത് നടപ്പാകുമ്പോൾ ഇത്തരത്തിൽ പ്രതിഷേധവുമായി നിരത്തിലേക്ക് ഇറങ്ങും എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ പ്രതിഷേധ മാർച്ചുമായാണ് കാട്ടിക്കുളം ടൗണിൽ നാട്ടുകാർ എത്തിയിരിക്കുന്നത്. കർഷക കൂട്ടായ്മയുടെ സമീപത്തുള്ള പ്രദേശമാണോ ഇത്? ഈ ഒരാൾക്ക് ജീവൻ നഷ്ടമായല്ലോ, അദ്ദേഹത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണോ ഇത്? അതോ ഇതൊരു മറ്റൊരു ഭാഗത്ത് ആനയുടെ ശല്യമുള്ള മറ്റൊരു മേഖലയാണോ? അതിന് സമീപമുള്ള ഒരു മേഖല തന്നെയാണ് ഇത്. കാട്ടിക്കുളം ടൗൺ ആണ് ഇത്. കാട്ടിക്കുളം ടൗണിനടുത്തുള്ള 2ാം ഗേറ്റ് എന്ന് പറയുന്ന മേഖല. ഇവിടെ നിന്ന് തന്നെയാണ് ഈ മണ്ണുന്തിയിലേക്കും ഇരുമ്പ് പാലത്തേക്കും ഒക്കെ പോകുന്ന ഒരു വഴി. കാട്ടിക്കുളത്തെ പ്രധാന പ്രദേശം തന്നെയാണ്. ഈ ഒരു ഏരിയയിൽ തന്നെ, ഈ ഒരു മേഖലയിൽ തന്നെയാണ് ആനയുടെ ഒരു വിഹാരം ഉണ്ടായിരുന്നത്. ഈ തുടക്കത്തിൽ അജീഷ് കൊലപ്പെട്ട സ്ഥലം, അതും ഇതിന് ഒരു ഏകദേശം 1 കിലോമീറ്റർ 2 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു പ്രദേശത്തെ ജനങ്ങളുടെയും കർഷകരുടെയും ഒക്കെ ഒരു പ്രതിഷേധം തന്നെയാണ്. കർഷക മുദ്രാവാക്യങ്ങൾ തന്നെയാണ് ഈ പ്രതിഷേധത്തിൽ ഉയരുന്നത്. അവരുടെ കൃഷിനാശവും അവരുടെ ജനജീവിതത്തെ എങ്ങനെ ബാധിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ ഒരു ഭാഗമായാണ് ഇത്തരം പ്രതിഷേധം നമുക്ക് തുടർക്കഥയായി ഈ ദിവസങ്ങളിലെല്ലാം കാണാൻ സാധിക്കുന്നത്. ഈ കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഈ ഒരു സംഭവം. അങ്ങനെ ഇന്ന് 4ാം ദിനമാണ് ഈ മിഷൻ എവിടെയും എത്താത്തതിലെ ഒരു അനിശ്ചിതത്വം തുടരുന്ന സാഹചര്യത്തിൽ നാട്ടുകാർ പ്രതിഷേധവുമായി എത്തുന്ന കഥ അതും തുടർക്കഥയാകുന്നു. പ്രതിഷേധങ്ങൾ ഭീതി ഒഴിയുന്നില്ല. അതിന്റെ ഒരു തുടർച്ചയായി തന്നെ ഇത്തരം പ്രതിഷേധങ്ങളും നമ്മൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ് രതീഷ്. ഈ ആനയെ മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവ് വന്നതോടുകൂടി അന്നത്തെ പ്രതിഷേധം, ഈ മരണമുണ്ടായതിനു ശേഷമുള്ള പ്രതിഷേധം അല്പം ശമിച്ചതായിരുന്നല്ലോ. ഈ ദൗത്യം മുന്നോട്ട് പോകുന്നില്ല ശരിയായ നിലയിൽ എന്നൊരു വികാരമാണോ ഇപ്പോൾ രൂപപ്പെടുന്നത്? വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് അവരുടെ സംഘബലം കൂട്ടി വിവിധ ഇടങ്ങളിൽ നിന്ന് കൂടുതൽ ആളുകളെ എത്തിച്ചു. വനമാകെ തിരച്ചിൽ നടത്തുന്നു. മനുഷ്യന് സാധ്യമായ എല്ലാ തരത്തിലും അവർ പ്രയത്നിക്കുന്നുണ്ട് എന്നതാണ് അവിടെ നിന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സംഘം റിപ്പോർട്ട് ചെയ്തത്. പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമല്ലാത്തത് കൊണ്ട് ആനയെ പിടികൂടാൻ കഴിഞ്ഞില്ല. പക്ഷേ വനംവകുപ്പിന്റെ ഭാഗത്ത് വീഴ്ചയുണ്ട്, ഉദാസീനതയുണ്ട് എന്നൊരു വികാരം രൂപപ്പെടുന്നുണ്ടോ? അരുണ് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. വയനാട്ടിലെ ആളക്കൊല്ലി മോഴയാനയെ മയക്കുവെടി വെച്ച് പിടിക്കുമെന്നുള്ള ദൗത്യം 4ാം ദിവസം തുടരുകയാണ്. ആന ഇരുമ്പുപാലം ഭാഗത്ത് വനത്തിന് ഉള്ളിലാണ് എന്നതായിരുന്നു രാവിലെ തന്നെ റേഡിയോ കോളിൽ നിന്ന് ലഭിച്ച സിഗ്നൽ. അതിന്റെ അടിസ്ഥാനത്തിൽ രാവിലെ 5 മണി 5:30 തന്നെ ഉൾവനത്തിലേക്ക് ദൗത്യ സംഘം പോയി. പക്ഷേ ഇപ്പോഴും അവിടുത്തെ ദൗത്യവുമായി ബന്ധപ്പെട്ട പുതിയ വിവരങ്ങൾ വനത്തിൽ ഉള്ളിൽ നിന്ന് ലഭിക്കേണ്ടതുണ്ട്. ആനയെ ട്രാക്ക് ചെയ്യാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുന്നു എന്നതാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ പ്രതികരണം. അതിനിടയിലാണ് കാട്ടിക്കുളം എന്നുള്ള ദൃശ്യങ്ങൾ കൂടി കാണുന്നത്. കർഷകരുടെ വലിയ പ്രതിഷേധം അവിടെ രൂപപ്പെടുന്നു. അരുൺ, ഞാൻ ചോദിച്ചത് ആദ്യം ഈ മയക്കുവെടി വയ്ക്കാനുള്ള ഉത്തരവ് പുറത്തു വരുന്നു, അതോടുകൂടി അന്നത്തെ പ്രതിഷേധം അല്പം ശമിച്ചതാണ്.
വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സാധ്യമായ തരത്തിലൊക്കെ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നതൊക്കെ ഇന്നലെ നമ്മൾ കാണുകയും ചെയ്തു. പക്ഷേ നീണ്ടു പോകുന്നതോടുകൂടി ദൗത്യത്തിൽ വനം ഉദ്യോഗസ്ഥർക്ക് ഉദാസീനതയുണ്ട് എന്നൊരു വികാരം കർഷകർ ഉൾപ്പെടെയുള്ളവർക്കിടയിൽ ശക്തിപ്പെടുന്നുണ്ടോ? അതെ രതീഷ, അങ്ങനെ തന്നെ വേണം മനസ്സിലാക്കാൻ. കാരണം തുടക്കത്തിൽ ആനയെ തുരത്തി ഓടിക്കുക എന്നൊരു നീക്കമായിരുന്നു ആദ്യ ദിനം വനവകുപ്പിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. അത് പരാജയപ്പെട്ടതോടെയാണ് ആനയെ മയക്കുവെടി വെച്ച മുത്തങ്ങയിലേക്ക് മാറ്റണമെന്ന് വനവകുപ്പ് തന്നെ അറിയിച്ചത്. ആ തീരുമാനത്തിനോട് യോജിപ്പ് ആയിരുന്നു നാട്ടുകാർക്ക്. അതിന് ക്ഷമയോടെ നാട്ടുകാർ കാത്തിരുന്നു. ആദ്യ ദിനം മിഷൻ വൈകി. അപ്പോൾ തുടങ്ങിയ പ്രതിഷേധം ഈ വനംവകുപ്പ് പ്രവർത്തകരെ ഉൾപ്പെടെ ഉപരോധിക്കുന്ന തരത്തിലുള്ള വലിയ പ്രതിഷേധം ആദ്യ മിഷൻ തുടങ്ങിയ ദിനം നമ്മൾ കണ്ടു. ഇന്നലെ രണ്ടാം ദിനമായിരുന്നു, അതായത് മയക്കുവെടി വെക്കാനുള്ള ഓപ്പറേഷൻ തുടങ്ങിയ രണ്ടാം ദിനമായിരുന്നു ഇന്നലെ വലിയ പ്രതിഷേധത്തിന് സാക്ഷ്യം വഹിച്ചില്ലെങ്കിൽ പോലും നാട്ടുകാർ അവിടെ എത്തി ഈ വനം വകുപ്പ് ഉദ്യോഗസ്ഥരുമായൊക്കെ സംസാരിച്ചു. അവർ സാഹചര്യം മനസ്സിലാക്കി കൊടുത്തു. ഈ CCF ഉദ്യോഗസ്ഥർ ഇവർക്ക് സാഹചര്യം വിലയിരുത്തി കൊടുത്തു. അങ്ങനെ അവർ ശാന്തരായി മടങ്ങുകയാണ്. അപ്പോൾ ഇന്ന് എത്രയും വേഗം രാവിലെ ഉൾപ്പെടെ മയക്കുവെടിയിലേക്ക് കടക്കുമെന്നൊരു സൂചനയൊക്കെ ആയിരുന്നു ഇവർക്കുണ്ടായ, ഒരു പ്രതീക്ഷയൊക്കെ ആയിരുന്നു ഇവർക്കുണ്ടായത്. പക്ഷേ ഈ ഒരു മണിക്കൂറായാലും ആനയെ എവിടെയും ട്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, ഈ മയക്കുവെടി വെക്കുന്നതിലേക്കൊന്നും എത്തിയിട്ടില്ല എന്നൊരു തോന്നലിലാണ് ഇപ്പോൾ ഇത്തരം ഒരു പ്രതിഷേധവുമായി ഈ കർഷക കൂട്ടായ്മയും നാട്ടുകാരും ഒക്കെ രംഗത്തെത്തിയിരിക്കുന്നത്. നാട്ടുകാരെ എന്തായാലും ആശ്വസിപ്പിക്കാൻ ഈ ആനയെ പിടിച്ച മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത് നമുക്ക് നേരത്തെ വ്യക്തമാക്കിയതാണ്. ഈ ആന കാട് കയറി പോയാൽ പോലും നാട്ടുകാർ തൃപ്തരാവില്ല. കാരണം ഈ വീണ്ടും അത്തരം ആന ഇറങ്ങി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത് പല നാളുകളായി തുടർക്കഥയായി ഇവിടെ കാണുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അതിൽ നാട്ടുകാർ ഒരിക്കലും തൃപ്തരാവില്ല. ആനയെ പിടിച്ച മുത്തങ്ങയിലേക്ക് കൊണ്ടുപോകുന്നത് വരെ ഈ ഘട്ടത്തിൽ വലിയ പ്രതിഷേധം രൂപപ്പെടുകയാണ്. വയനാട്ടിൽ വീണ്ടും കാട്ടിക്കുളത്താണിപ്പോൾ കർഷകർ ഉൾപ്പെടെ പ്രദേശവാസികൾ സംഘടിച്ച് മുദ്രാവാക്യം മുഴക്കുന്നത്. ദൗത്യം നീണ്ടുപോകുന്നതിൽ ജനരോഷം വനം വകുപ്പിനെതിരെ രൂപപ്പെടുന്നതാണ് ഇപ്പോൾ കാണുന്നത്. അവരുടെ മുദ്രാവാക്യങ്ങൾ അത് പ്രതിഫലിക്കുന്നുമുണ്ട്. എത്രയും വേഗം കൊലകൊല്ലിയായ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി മറ്റെവിടേക്കെങ്കിലും മാറ്റണം. സ്വൈര്യമായി ജീവിക്കാനുള്ള സാഹചര്യം വയനാട്ടിൽ ഒരുക്കണം. നിരവധി പേർക്ക് ജീവൻ നഷ്ടമാകുന്ന സ്ഥിതിയാണ്. ആ സാഹചര്യത്തിന് അടിയന്തരമായി സർക്കാർ ഇടപെടലുണ്ടായി പരിഹാരമുണ്ടാകണം എന്നതാണ് ആവശ്യം. വയനാട്ടിൽ കഴിഞ്ഞ സംസാരിക്കാൻ അവസരമുണ്ട്. തൊട്ടടുത്തുണ്ട്. ഈ പ്രതിഷേധം നടക്കുമ്പോഴും ആന ഇവിടെ തൊട്ടടുത്ത് നിൽക്കുന്നുണ്ട്. വനപാലകരുടെ ഭാഗത്തും അധികാരികളിൽ നിന്നും ഒരു നിയമ നടപടികളും ഇനിയും ഒരു തീരുമാനം എത്തിയിട്ടില്ല. അവര് എന്തിനു വേണ്ട എന്നുള്ളത് കാത്തിരിക്കുന്നത് ഇനിയും ജനം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതാണ് ഞങ്ങളുടെ പ്രതിഷേധം ഇപ്പോൾ നടക്കാനുള്ള കാരണം. ഓരോ ദിവസവും മിഷൻ നീളുന്നതിലെ ആശങ്ക, അതെല്ലാം ഓരോ നിമിഷവും ആശങ്ക കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു കുറവുമില്ല ഇന്ന് വരെ. എന്താണ് ഇതിന്റെ ഉത്തരം? ആരാണ് ഇതിന് ഉത്തരം പറയേണ്ടത്? അധികാരികളാണ് ഇതിനെല്ലാം ഉത്തരം പറയേണ്ടത്. ഈ സാധാരണ പാവപ്പെട്ട ജനങ്ങളല്ല. അവർക്ക് പ്രതികരിക്കാനും അറിയുള്ളൂ. അതാണ് ഇവിടെ നടക്കുന്നത്. അതാണ് പ്രതിഷേധ സമരം ഇപ്പോൾ ഇവിടെ അരങ്ങേറുന്നതിന്റെ കാരണം. നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു ഈ കാട് കയറ്റാനുള്ള ശ്രമമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അത് പരാജയപ്പെട്ടു. പക്ഷേ ആന കാട് കയറി പോയാൽ പോലും അത് ഒരു ശാശ്വത പരിഹാരമല്ല. ആന ഏത് സമയത്തും പുറത്തു വരും. ഇപ്പൊ ഇവിടുന്ന് 1/2 കിലോമീറ്റർ ദൂരത്തിൽ ആന നിൽക്കുന്നുണ്ട്. അവസാനം കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഒരു 1/2 കിലോമീറ്റർ, ഈ സിറ്റിയുടെ 1/2 കിലോമീറ്റർ ദൂരത്തിലാണ് ആന നിൽക്കുന്നത്. ചില പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ട് ഈ അടിക്കാടുകളെന്ന് പറയുന്നതിൽ യാതൊരു ന്യായമില്ല. കാരണം പല സംവിധാനം, ഡ്രോൺ ഉപയോഗിച്ചുള്ള പല സംവിധാനങ്ങളും ഇന്ന് നിലവിലുണ്ട്. അതൊന്നും ഉപയോഗപ്പെടുത്താൻ ഇവിടെ പറ്റുന്നില്ല. സിഗ്നൽ സംവിധാനങ്ങളുണ്ട്. എന്തുകൊണ്ട് അത് ഉപയോഗപ്പെടുത്തുന്നില്ല? അതെവിടെയാണുള്ളത്? ആർക്ക് വേണ്ടിയാണ് സിഗ്നലുകൾ വെച്ചിരിക്കുന്നത്? അത് ട്രേസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിഗ്നൽ ഉള്ളത്. അത് ചെയ്യുന്നില്ലല്ലോ. എന്തുകൊണ്ടാണ് നടപ്പാക്കാത്തത്? ഇതെല്ലാം എന്തോ ഒരു അജണ്ട നേരത്തെ വെച്ച് ഒരു അജണ്ടയുടെ ഭാഗമായിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് പരിപാടിയാണ്. ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട്. ആ പ്രവണതയെല്ലാം നിർത്തണം. ജനങ്ങളെ സംരക്ഷിക്കാനുള്ള സംവിധാനങ്ങളിലൂടെ ഉണ്ടാവണം. ആനയെ പിടികൂടുന്നത് വരെയും അപ്പോൾ സമരം തുടരും. പ്രതിഷേധം ഇത് തുടർന്നുകൊണ്ടിരിക്കും. ആനയെ പിടിച്ച് ഒന്നിൽ കൂട്ടിലാക്കുക, അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും കൊണ്ടുവിടുക. ഈ പ്രദേശത്ത് നിന്ന് ഒഴിവാക്കുക. അപ്പോൾ നാട്ടുകാരുടെയും ഈ കർഷകരുടെ കൂട്ടായ്മയുടെയും ഒക്കെ നിലപാട് എന്തായാലും വ്യക്തമാണ്. ആനയെ മുത്തങ്ങയിലേക്ക് മാറ്റുക എന്നതാണ് വനംവകുപ്പ് അറിയിച്ചത്. മയക്കുവെടി വെച്ച് മുത്തങ്ങയിലേക്ക് മാറ്റുകയാണ് ലക്ഷ്യമെന്നത്. അത് പൂർത്തീകരിക്കുന്നത് വരെ ആശ്വാസമുണ്ടാകില്ല. ആശങ്കയുടെ ദിനങ്ങൾ തന്നെയാണ്. ഈ ആന ഇവിടെ വിഹരിച്ച് നടക്കും. ഒരാളുടെ ജീവനെടുത്ത ആ കൊലയാളി ആനയാണ്. അത് ഇവിടെ വിഹരിച്ച് നടക്കുന്നിടത്തോളം കാലം മനസമാധാനത്തോടെ ഉറങ്ങാൻ സാധിക്കുന്ന സാഹചര്യമല്ല. അപ്പോൾ പ്രതിഷേധവുമായി തെരുവിലേക്ക് ഇറങ്ങും എന്ന് നാട്ടുകാർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. അതാണിപ്പോൾ ഈ കാട്ടിക്കുളം പ്രദേശത്ത് നിന്ന് കാണുന്നത്. രതീഷ്, രൂക്ഷമായ പ്രതികരണമാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. ഇതെല്ലാം ഒരു ഒത്തുകളിയുടെ ഭാഗമാണ് എന്ന പ്രതികരണം. കഴിഞ്ഞ ദിവസവും അത്തരം പ്രതികരണങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ദൗത്യവുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ പ്രതിഷേധം ശമിക്കുകയായിരുന്നു.
ദൗത്യം നീണ്ടുപോകുമ്പോൾ വീണ്ടും പ്രതിഷേധം രൂപപ്പെടുന്നു. വന്യജീവി ആക്രമണം നേരിടാൻ സർക്കാരിന് ഒരു പദ്ധതിയുമില്ല എന്ന് കഴിഞ്ഞ ദിവസം പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ വിമർശിച്ചിരുന്നു. അത്തരം പ്രതികരണങ്ങൾ നാട്ടുകാരുടെ ഭാഗത്തു നിന്നും വരികയാണ്. ജനുവരി 5-ന് ആനയെ കണ്ടപ്പോൾ തന്നെ ട്രാക്ക് ചെയ്യാൻ യൂസർ ഐഡിയും പാസ്വേഡും കർണാടക സർക്കാർ കേരള വനംവകുപ്പിന് നൽകിയിരുന്നു. പക്ഷേ അതൊന്നും കാര്യമാക്കുകയോ നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോവുകയോ ചെയ്യാത്തതിൻ്റെ വീഴ്ചയുടെ ഫലമാണ് ഒരു ജീവൻ നഷ്ടമായത് എന്ന വിമർശനം ഉൾപ്പെടെ ഉയരുകയാണ്. വന്യജീവി ആക്രമണത്തിൽ നിരവധി ജീവനുകൾ നഷ്ടമാകുന്ന സാഹചര്യത്തിൽ ശക്തമായ നടപടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ബജറ്റിൽ 48 കോടി രൂപ മാത്രമാണ് വകയിരുത്തിയത്. ആറളം ഫാമിലെ മതിൽ കെട്ടാൻ പോലും അത് തികയില്ല എന്ന പരിഹാസം പ്രതിപക്ഷത്തിൻ്റെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ടായിരുന്നു. സ്വാഭാവികമായും മരിക്കുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ഇടപെടൽ നാട്ടുകാരും ആവശ്യപ്പെടുന്നു. കഴിഞ്ഞ 9 മാസത്തിനിടയിൽ 85 പേർക്ക് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി എന്നതാണ് കണക്ക്. കഴിഞ്ഞ 9 മാസത്തിൽ 85 പേർക്ക് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായി. വയനാട്ടിൽ പ്രത്യേകിച്ച് തിരുനെല്ലി മേഖലയിൽ, ഇപ്പോൾ ഈ പ്രതിഷേധം നടക്കുന്ന തിരുനെല്ലി ഉൾപ്പെടെയുള്ള മാനന്തവാടി മേഖലയിലും നിരവധി പേരുടെ ജീവൻ നഷ്ടമായി. അതിൽ ഭൂരിഭാഗവും ആനയുടെ ആക്രമണത്തിലാണ് ജീവൻ നഷ്ടമായത്. അതുകൊണ്ട് തന്നെ വലിയ കർഷകരുടെ ജീവിതവും അവരുടെ സ്വത്തിനും സംരക്ഷണ ബന്ധപ്പെട്ട ഏജൻസികൾ അവർ ജനങ്ങളോട് മുഖം തിരിച്ചു നിൽക്കുകയാണ്. കർഷകന്റെ അധ്വാനത്തിന്റെ പ്രതിഫലം പറ്റാത്ത ലോകത്തെ ഒരു മനുഷ്യജീവികളൊന്നും ഇവിടെ ഇല്ല. പക്ഷേ ഖേദകരമെന്ന് വെച്ചാൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനോ അവരോട് ഒരു തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാവാനോ നമ്മുടെ ബന്ധപ്പെട്ട അധികാരികൾ തയ്യാറാവുന്നില്ല. അതിനൊരു ശാശ്വത പരിഹാരം വേണം. വനവും കൃഷിഭൂമിയും അതിർത്തി നിർണ്ണയിക്കുക, അതിന് ശേഷം വനങ്ങളിൽ മൃഗങ്ങളെ സംരക്ഷിക്കുക. അല്ലാണ്ട് നാട്ടുമ്പുറത്തുകളും ജനങ്ങളുടെ ജീവനും സ്വത്തിനും ദോഷകരമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ പാടില്ല. അതാണ് നമ്മുടെ കർഷകരായ ജനങ്ങളുടെ ആവശ്യം. വീണ്ടും തുടർന്നും നമ്മുടെ ഈ പ്രകടനവും പ്രതിഷേധങ്ങളും തുടരുന്നതായിരിക്കും. കാലങ്ങളായി ഈ വന്യമൃഗ ശല്യമുണ്ട്. കാലങ്ങളായി ഈ ശല്യം തുടരുന്നുണ്ട്. കാലങ്ങളായിട്ട് ഈ ശല്യങ്ങൾ തുടരുന്നുണ്ട്. അതിനിടെയാണ് ഈ ഒരു കൊലയാളി ആനയുടെ ഭീഷണിയും അതവിടെ അജി എന്ന സഹോദരൻ കൊല്ലപ്പെടുകയും ചെയ്തത്. ബന്ധപ്പെട്ട അധികാരികൾ ഈ മനുഷ്യജീവന് ഭീഷണിയാവുന്ന മൃഗങ്ങളെ വെടിവെച്ചു കൊല്ലാൻ നിയമം നിലനിൽക്കെ ബന്ധപ്പെട്ട അധികാരികൾ ഈ നിയമം നടപ്പിലാക്കാൻ ശ്രമിക്കാത്തതാണ് ഏറ്റവും വലിയ ദുരവസ്ഥ. ഇതിന് ഇപ്പോഴത്തെ സാഹചര്യം വെച്ച് ആനയെ പിടികൂടുന്നത് ഇനിയും വൈകുമെന്നാണോ നിങ്ങൾക്ക്? അതെ, ആനയെ ട്രാക്ക് ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് പറയപ്പെടുന്നു വനം വകുപ്പ്. ഇതുവരെ അത് ട്രാക്ക് ചെയ്യാനോ അത് മയക്കുവെടി വെച്ച് അതിന്റെ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലേക്ക് മാറ്റാനോ ശ്രമിച്ചിട്ടിരുന്നില്ല. ചേട്ടന്റെ പ്രദേശം എവിടെയാണ്? ഈ സ്ഥലം അജിയെ കൊല്ലപ്പെട്ട പ്രദേശമാണ് എൻ്റെ വീട്. അവിടെ സ്ഥിരം ഇതിന് മുമ്പ് ഇങ്ങനെ ഇന്നലെ കഴിഞ്ഞ രാത്രിയും അതിന് മുന്നേ രാത്രികളിലൊക്കെ ആനയുടെ ചൂളം വിളികൾ കൂടുതലായിട്ട് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടായിരുന്നു. ആനകളൊക്കെ വനംവകുപ്പിനെ അറിയിച്ചു. വനംവകുപ്പിനെ അറിയിക്കുന്നുണ്ട്. അതുപോലെ ജനങ്ങളുടെ ജീവിതം ബുദ്ധിമുട്ടാകുന്നു. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ പോകാൻ പറ്റുന്നില്ല. ജോലി എടുക്കേണ്ട നിത്യേന ദിവസവേതനത്തിൽ ജോലിക്കാർക്ക് ജോലിക്ക് പോകാൻ സാധിക്കുന്നില്ല. അവരുടെ ജീവിതോപാധികൾ വരെ സ്തംഭിച്ചിരിക്കുന്ന ഒരു കാലം. നൈറ്റ് പട്രോളിംഗ് ഒക്കെ കൃത്യമായി നടത്തുന്നുണ്ട്. നാമമാത്രമേ പട്രോളിംഗേ ഉള്ളൂ. കൃത്യമായി നടക്കുന്നില്ല എന്നൊരു അഭിപ്രായം. നാമമാത്രമേ പട്രോളിംഗേ ഉള്ളൂ. ഫലവത്തായ പട്രോളിംഗ് അല്ല. രൂക്ഷമായ പ്രതികരണങ്ങളാണ് ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. ദൗത്യം 4-ാം ദിനത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കാര്യക്ഷമമായ നടപടി ഉണ്ടാകുന്നില്ല എന്നതാണ് പ്രതിഷേധത്തിന് കാരണം. വിവിധ കർഷകരുടെ പ്രതികരണങ്ങളിൽ അത് വ്യക്തവുമാണ്. നാമമാത്രമായ നടപടികൾ മാത്രം, പേരിന് വേണ്ടിയുള്ള നടപടികൾ മാത്രമേ വനംവകുപ്പിൻ്റെ ഉൾപ്പെടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുള്ളൂ എന്നതാണ് വലിയ പരാതിയായി ഉയരുന്നത്. വന്യജീവി ആക്രമണത്തിൽ മരിച്ചവരുടെ കണക്കുകളൊക്കെ പരിശോധിക്കുമ്പോഴും അവരുടെ പരാതിക്ക് അടിസ്ഥാനമുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഒരു മാസം 10ഓളം പേർ വന്യജീവി ആക്രമണത്തിൽ, 10-നടുത്ത ആളുകൾ വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നു എന്നതാണ് കഴിഞ്ഞ കുറേ കാലമായുള്ള കേരളത്തിൻ്റെ സ്ഥിതി. ഒരു വർഷത്തെ ആവറേജ് എടുക്കുകയാണെങ്കിൽ, കഴിഞ്ഞ ഒരു 8 വർഷത്തെ ആവറേജ് എടുക്കുകയാണെങ്കിൽ ഒരു വർഷം 100 പേരെങ്കിലും വന്യജീവി ആക്രമണത്തിൽ കൊല്ലപ്പെടുന്നുണ്ട്. ഇപ്പോൾ കടന്നുപോയ 9 മാസത്തിൽ മാത്രം 85 പേരാണ് വന്യജീവി ആക്രമണത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടത്. അതിൽ 1 മാത്രമാണ് മാനന്തവാടിക്ക് സമീപം കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം. 2016 മുതൽ ഇതുവരെ 909 പേർക്ക് വന്യജീവി ആക്രമണത്തിൽ ജീവൻ നഷ്ടമായിട്ടുമുണ്ട്. നാമമാത്രമായ നടപടി മാത്രമേ സർക്കാരിൻ്റെ ഉൾപ്പെടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നുള്ളൂ. ശാശ്വതമായ പരിഹാരത്തിന് വേണ്ടിയുള്ള ശാസ്ത്രീയ ശ്രമങ്ങൾ ഉണ്ടാകുന്നില്ല എന്ന ഗൗരവതരമായ വിഷയം നിലനിൽക്കുകയാണ്. കർഷകരുടെയും സാധാരണക്കാരുടെയും പ്രതിഷേധം സ്വാഭാവികമാണ്. അരുൺ അമൃതാണ് ഈ പ്രതിഷേധത്തിന് ഒപ്പമുള്ളത്. അരുണിന് രൂക്ഷമായ പ്രതികരണങ്ങൾ ആളുകളുടെ ഭാഗത്തുനിന്ന് വരുന്നു. അതിൽ ന്യായമുണ്ട്. ഈ മരിച്ചവരുടെ എണ്ണം നോക്കുമ്പോൾ തന്നെ ഇതിന്റെ ഭീകരത മനസ്സിലാകുമല്ലോ. ദൗത്യം 4-ാം ദിനത്തിലാണ്. അരുണിന് കേൾക്കാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ദൗത്യം 4-ാം ദിനത്തിൽ വനത്തിൽ പുരോഗമിക്കുമ്പോൾ
നാട്ടുകാരുടെ വലിയ പ്രതിഷേധം സമീപത്തെ കാട്ടിക്കുളത്തും രൂപപ്പെടുകയാണ്. മണ്ണുണ്ടി ഭാഗത്തിന് ഉള്ളിൽ, വനത്തിനുള്ളിലാണ് ഉള്ളത് എന്നതാണ് അവിടെ നിന്നുള്ള വിവരം. ഇരുമ്പ് പാലത്തിനുള്ളിൽ നിന്നാണ് രാവിലെ സിഗ്നൽ ലഭിച്ചത്. അത് ട്രാക്ക് ചെയ്യുന്നു എന്നാണ് വനം ഉദ്യോഗസ്ഥർ വിശദീകരിക്കുന്നത്. അതിനിടയിലാണ് ജനങ്ങളുടെയും പ്രതിഷേധം. അരുൺ, ഞാൻ നേരത്തെ ചോദിച്ചത്, ഈ ഒരു വർഷം കൊല്ലപ്പെടുന്ന ആളുകളുടെ ശരാശരി എടുത്താൽ ഏറെക്കുറെ അത് 100-നടുത്ത് വരുന്നുണ്ട്. കഴിഞ്ഞ കുറേ വർഷമായി അത്രത്തോളം ഭീകരമാണ്, ഭീതിതമാണ് കർഷകരുടെയും സാധാരണക്കാരുടെയും മലയോരത്തെയും അവസ്ഥ. അതിന്റെ ഗൗരവം വേണ്ട തരത്തിൽ ഉൾക്കൊള്ളുന്നില്ല എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുന്നുണ്ടല്ലോ. ഈ മരിച്ചവരുടെ എണ്ണം, അതിന്റെ വലിപ്പമൊക്കെ ഇവരുടെ പ്രതിഷേധത്തിൽ പ്രകടമാകുന്നുമുണ്ട്. എത്രത്തോളം ഉചിതമായ നടപടികൾ അവർ നിർദ്ദേശിക്കുന്നുമുണ്ട് സർക്കാരിന്റെ അടക്കം ഭാഗത്ത് നിന്നും. പ്രതീക്ഷ അത് തന്നെയാണ് അവരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് വ്യക്തമാകുന്നത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് അജീഷിന്റെ വീട്ടിലെത്തിയപ്പോൾ മകളുടെ പ്രതികരണം നമ്മൾ കേട്ടതാണ്. അപ്പോൾ രതീഷ് പറഞ്ഞ ഈ കണക്കുകൾ തന്നെ അതിലുണ്ട് അവരുടെ ഒരു ആശങ്ക. ഇപ്പോൾ ഈ മണിക്കൂറിൽ ലഭിച്ച പ്രതികരണത്തിൽ പോലും അവർ പറയുന്നത് ഇത് ഏറ്റവും പുതിയ ഉദാഹരണം മാത്രമാണ്. ദിവസേന നമ്മൾ കേൾക്കുന്നു വാർത്തകൾ, ഈ കരടിയും കടുവയും ഉൾപ്പെടെയുള്ള ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നു. ജീവൻ ആളുകൾക്ക് വലിയ രീതിയിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകുന്നു, കൃഷിനാശം ഉണ്ടാകുന്നു. ഒപ്പം ഇതുപോലെയുള്ള ആക്രമണങ്ങൾ തുടർക്കഥയാകുന്നു. അതിന് യാതൊരു പരിഹാരവുമില്ല. എന്താണോ ഒരു ശാശ്വത പരിഹാരം എന്ന ചോദ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. അതിന് പക്ഷേ ഒരു ഉത്തരം കിട്ടുന്നില്ല. ഒരു പ്രതിരോധ നടപടികൾ പോലും നടക്കുന്നില്ല. ഈ ഒരു സംഭവത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഒരു പ്രതിഷേധമെങ്കിൽ കൂടി ഇത് കാലാകാലങ്ങളായുള്ള ഒരു ആവശ്യം തന്നെയാണ് അവരുടെ വാക്കുകളിലൂടെ വ്യക്തം. ഇപ്പോൾ ഒരു കർഷകൻ ഉൾപ്പെടെ അവരുടെ ഒരു ജീവിത സാഹചര്യം നമ്മളോട് വ്യക്തമാക്കിയിരുന്നു. അജീഷിന്റെ വീടിനടുത്തുള്ളവർ പോലും അവരുടെ ആ ഒരു സാഹചര്യമാണ് നമ്മളോട് പറഞ്ഞത്. ഇത്തരത്തിൽ തുടർക്കഥയാകുന്ന ഒരു സാഹചര്യം ഏത് രീതിയിലാണെങ്കിലും സാധാരണക്കാർ അവരുടെ സ്വത്തും സമ്പാദ്യവും എല്ലാം ഈ കൃഷിയാണ്. ഈ കൃഷിക്കാരെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനം അവർക്ക് ജീവിക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് വന്യജീവി ആക്രമണത്തെ തുടർന്ന് പലയിടത്തും ഉണ്ടാകുന്നത്. അതുകൊണ്ടാണ് ഈ പ്രതിഷേധവും